ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ കല്യാണത്തിൻ്റെ തലേന്നത്തെ രാവിലെയാണ് കേട്ടോ ഇത്. പന്തൽപ്പണിയൊക്കെ തുടങ്ങി, വിറകൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഉള്ളിലേക്ക് പന്തൽ ഫ്രണ്ടിലൊക്കെ കെട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ബൾബ് ഒക്കെ തൂക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പന്തലും ഡെക്കറേഷനും എല്ലാം ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഞാൻ അനിയത്തിൻ്റെ പ്രസവവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മഞ്ചേരി ആയിരുന്നല്ലോ. അങ്ങനെ മഞ്ചേരിയിൽ നിന്ന് വന്നപ്പോഴുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഞാൻ ഈ കണ്ടത്. അങ്ങനെ ബൾബൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റേജൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. പന്തലാണ്ട് വന്നപ്പോൾ മനസ്സിന് നല്ലൊരു കുളിർമ. കല്യാണത്തിൻ്റെ ഒരു ഒരുക്കങ്ങളൊക്കെ ആയപ്പോൾ നല്ല സന്തോഷം. കാരണന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. മക്കളിത് അവിടെ TV കാണുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശമൊക്കെ ഇങ്ങനെ വൈകുന്നേരമായി വന്നിട്ടുണ്ട്. എല്ലാവരും കൂടി ഇന്നിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മഴ പെയ്തു. അപ്പോൾ കല്യാണത്തിൻ്റെ തലേന്നാണിത്. അതായത് കല്യാണം മറ്റന്നാളാണെങ്കിൽ തലേന്നിൻ്റെ തലേന്ന്, അതായത് ഇന്നലെ അന്ന് നന്നാക്കി മഴ പെയ്തിട്ടോ. നന്നായിട്ട് മഴ പെയ്തു. എല്ലാ സാധനങ്ങളും നനഞ്ഞു. ഏതായാലും അൽഹംദുലില്ലാ കല്യാണത്തിൻ്റെ അന്നും തലേന്നും ഒന്നും മഴ പെയ്തില്ല. പിന്നെ അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ രാവിലെ എല്ലാവർക്കും ഫുഡാണ് കേട്ടോ. ഇതിപ്പോൾ കല്യാണ തലേന്നാണ്. എല്ലാവർക്കും ഫുഡ് നമ്മളെ വീട്ടിലാണ്. നമ്മളെല്ലാവരും എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്. രാവിലത്തെ ഫുഡാണിത്. അതായത് കല്യാണത്തിൻ്റെ തലേന്നത്തെ രാവിലത്തെ ഫുഡ്. അപ്പം കഴുത്തിൻ്റെ ഉളുക്കുക എന്നൊക്കെ പറയില്ല, കഴുത്ത് ഉളുക്കിയിട്ടുണ്ട്. അപ്പോൾ മരുമോന് പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇങ്ങനെ ആക്കുക, അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ശരിയാവും എന്നൊക്കെ പറഞ്ഞാൽ ഡോക്ടറും രോഗിയും. അപ്പോൾ നമ്മളെ വീട്ടിൽ വിരുന്നേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ആൺകുട്ടിയൊക്കെ നടത്തിയ ആ കുട്ടി ഉണ്ടല്ലോ, ബേബി ഷവറൊക്കെ നടത്തിയെന്നല്ലോ, ആ കുട്ടീനെ എടുക്കാൻ എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡിനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ ഇത്. അപ്പം നമ്മളെ ഉള്ളി തൊലിക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയാണല്ലോ, കല്യാണത്തിന് ഒരു ഉള്ളി തൊലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കല്യാണത്തിൻ്റെ ആരംഭം ഉള്ളിയിൽ നിന്നാണെന്നാണ് പറഞ്ഞത്. വെളുത്തുള്ളിയിൽ നിന്നാണ് നമ്മളെ കല്യാണം ആരംഭിക്കുന്നത് അല്ലേ. ഇപ്പോൾ തൊലിക്കാത്ത ഉള്ളിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ കേട്ടു. അതിൻ്റെ ഇടയിൽ എൻ്റെ വല്ലാത്ത ആ ചെരുപ്പൊന്ന് കാട്ടിത്തന്നോ നിങ്ങൾ കണ്ടോളിട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. അങ്ങനെ ഉച്ചക്കൊക്കെയുള്ള ചോറായി. ഇനി കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഉരുളിക്ക് കണക്കാക്കി കറി ഉണ്ടാക്കണം, എന്നാലേ ഞങ്ങൾക്ക് എല്ലാവർക്കും എത്തുള്ളേ. അങ്ങനെ നമ്മൾ അയൽവാസികളും നമ്മളും കുടുംബക്കാരും എല്ലാവരും ഉണ്ട് കേട്ടോ ചോച്ചിന്. അങ്ങനെ അതിലേക്കുള്ള മസാലകളൊക്കെ ഇട്ടിട്ടുണ്ട്. കല്യാണം ഈ സമയം മുതലാണ് പൊടി പൊടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ തലേന്നാണിത് കേട്ടോ. തലേന്ന് ഉച്ചക്കൊക്കെയുള്ള കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. രാത്രി മുതൽ പിന്നെ നമ്മളെ കല്യാണ പണ്ടാലി എടുത്തോളും. നമ്മൾ ഉച്ച വരെ നമ്മൾ ഫുഡ് ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ എന്നെ സഹായിക്കാൻ വന്നിട്ടുള്ളത്. മാത്തേരി ഞാൻ കേൾക്കിക്കോളാം, ഞാൻ കിണ്ടാക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ടോ അതിൻ്റെ ഇടയിൽ. ഇന്നൊരു പണി എടുക്കാൻ വായിക്കൂല. അവനക്ക് ഇനിയിപ്പോൾ ആ ചട്ടകം കിട്ടണം, അതിന് ഒച്ചപ്പാടുണ്ടാക്കണം. അങ്ങനെ അരിഞ്ഞു വെച്ച തക്കാളി. അപ്പോൾ ചോദിക്കുന്നുണ്ട്, തക്കാളി മുളകാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരുത്തരും ഓരോരോ പണിയിലാണ്. ഉള്ളിലെല്ലാവരും വേറെ ഫുഡും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പച്ചക്കറി, ഉപ്പേരി, പപ്പടം പൊരിക്കൽ ഇതൊക്കെ നോക്കുന്നുണ്ട്. അപ്പുറത്തൊരു സെക്ഷൻ ഉള്ളി തൊലിക്കുന്നുണ്ട്. ആ മുൻവശത്ത് ലൈറ്റ്, സ്റ്റേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ബഹളമാണ് കേട്ടോ കല്യാണ വീട്ടിൽ. ഇനി നമുക്ക് രാത്രി കളിയും പാട്ടും ഒപ്പനയും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പം നമ്മളെ വീട്ടിലെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളും കൂടി അറിയിക്കാമെന്ന് മാത്രം.
അങ്ങനെ ഇതാ കറിയിലേക്ക് കരിവേപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താ അങ്ങനെ നമുക്ക് പാകമുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളെ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കണം. നമ്മൾ ഈ കറി നമ്മളെ ഒരു നേരത്തിന് പാകമായിരുന്നു കേട്ടോ. നന്നായി ഒന്ന് വെന്ത് വരട്ടെ. പിന്നെ അതിൻ്റെ ഇടയിൽ ആരോ ചിക്കൻ കറി കൂട്ടാത്തവർക്ക് മാന്തളും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഉച്ചക്കത്തെ ഫുഡാണ് ഈ കഴിക്കുന്നത് കേട്ടോ. എല്ലാവരും പന്തലിൽ തന്നെയാണ് അന്ന് ഉച്ചക്കും ടേബിൾ ഇട്ടിരുന്നത്. ആണുങ്ങൾ എല്ലാവരും കഴിഞ്ഞ് പിന്നെ വീട്ടിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കൂടി കഴിക്കുകയാണ് കേട്ടോ. മക്കളൊക്കെ കഴിച്ച് കഴിഞ്ഞതാണ്. അപ്പം അന്നത്തെ വിശേഷം, അതായത് ഈ ഒരു കല്യാണത്തിൻ്റെ തലേന്നിൻ്റെ ഉച്ചകത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇത്. അങ്ങനെ കുട്ടികളും മക്കളും ചോറ് വയ്പ്പും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ പന്തലിലേക്ക് എത്തിയിട്ടോ. അതായത് മെയിൻ പന്തലിലേക്ക് എത്തി. അവിടെ പച്ചമുളക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അതൊന്ന് ഞെട്ടി മുറിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളതെല്ലാവരും കൂടി ചെയ്യാണ്. ഇനിയുള്ള കാര്യങ്ങൾ, ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പണ്ടാലികൾ ചെയ്തോളും. അവരെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ സ്റ്റേജിന്മേൽ ഞങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ നമ്മളെ മരുമോളാണത്. മരുമോൾ ഇങ്ങനെ ഫോൺ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്തിട്ടോ. പിന്നെ അൽഹംദുലില്ലാ നമ്മളെ വല്യമ്മ എത്തിയിട്ടുണ്ട്. വല്യമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ നേരത്തെയുള്ള വീഡിയോയിലുണ്ട്. നമ്മളെ താത്താൻ്റെ അമ്മയാണ് കേട്ടോ. താത്താൻ്റെ അമ്മക്ക് ചായയൊക്കെ ചൂടാറ്റി കൊടുക്കുകയാണ്. ഉമ്മ പേരക്കുട്ടിൻ്റെ കല്യാണം കാണാനായിട്ട് വന്നതാണ് കേട്ടോ. പാവം, അല്ലാഹു ആയുസ്സും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ. അങ്ങനെ രാത്രികത്തെ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എല്ലാവരും രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് മക്കളെ കല്യാണത്തിൻ്റെ പൂരം. പക്ഷേ ഇതിൽ നമ്മളെ പാട്ടൊന്നും അങ്ങോട്ട് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, മ്യൂസിക് ഉള്ളതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുമല്ലോ. അതുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. അപ്പം നമ്മൾ രാത്രികത്തെ കല്യാണ പരിപാടി തുടങ്ങാൻ പോവാണ് കേട്ടോ. പാട്ടുകാരും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയൊക്കെ കാണാം. ഇല്ല, അന്നെടുക്കില്ല.
ലഹരിയിലെന്തോ കൂടമുള്ള പോയിരിഞ്ഞോ അതിലായിരമാശകളാൽ ഒരു പൊന്മല നീയും തേന്മഴ
അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ കേട്ടോ മക്കളെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.